പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യ താരിഫ് കുറയ്ക്കണമെന്ന US. മികച്ച ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് ഇത് നിർണായകമാണെന്ന് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പരസ്പര താരിഫുകളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ താരിഫ് കുറയ്ക്കേണ്ടതുണ്ടെന്ന് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് അഭിപ്രായപ്പെട്ടു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു അസാധാരണ ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് ഇത് നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കാൻ ഇന്ത്യയെ അമേരിക്ക പ്രേരിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള കാരണവും ലുഡ്നിക് വ്യക്തമാക്കി. എല്ലാ പ്രധാന വശങ്ങളും ഉൾക്കൊള്ളുന്ന സമഗ്രവും വലുതുമായ ഒരു വ്യാപാര കരാർ സ്ഥാപിക്കാൻ അമേരിക്ക താൽപര്യപ്പെടുന്നുണ്ടെന്ന് ലുഡ്നിക് അഭിപ്രായപ്പെട്ടു. ഇരു രാജ്യങ്ങളും അവരുടെ വ്യാപാര ബന്ധം പുനർനിർമ്മിക്കുന്നതിന് നേരിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ ഏർപ്പെടാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോകത്തിലെ രണ്ടാമത്തെ ഉയർന്ന താരിഫാണ് ഇന്ത്യയിലുള്ളത്. പക്ഷേ താരിഫ് പണപ്പെരുപ്പം സൃഷ്ടിക്കുന്നില്ല. താരിഫ് ഇന്ത്യയിൽ പണപ്പെരുപ്പം സൃഷ്ടിച്ചിട്ടില്ലെന്നും ലുഡ്നിക് പറഞ്ഞു. കമ്മി വർദ്ധിക്കുകയും കൂടുതൽ പണം അച്ചടിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ പണപ്പെരുപ്പം ഉണ്ടാവൂ എന്ന് ലുഡ്നിക് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ ജയിൽ നിയമം പരിഷ്കരിച്ചു. ജീവപര്യന്തം തടവ് ശിക്ഷ 20 വർഷമാക്കി കുറച്ചു. അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദിന്റെ നിർദ്ദേശപ്രകാരം ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. മുൻപ് ജീവപര്യന്തം എന്നത് ജീവിതാവസാനം വരെയുള്ള കഠിന തടവായിരുന്നു. പ്രസ്തുത നിയമത്തിലാണ് മാറ്റം വരുത്തിയത്. ഇതിനായി ഒരു സമിതി രൂപീകരിക്കാനും മന്ത്രി ഉത്തരവിട്ടു. തടവ് ശിക്ഷ 20 വർഷം പൂർത്തിയാക്കാൻ 3 മാസം വരെയുള്ളവരുടെ പട്ടിക തയ്യാറാക്കും. തടവുകാരുടെ പുനരധിവാസത്തിന് സഹായകരമാവുന്ന നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയും അയർലൻഡും സംയുക്ത സാമ്പത്തിക കമ്മീഷൻ രൂപീകരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായകരമാകുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഒരു സംയുക്ത സാമ്പത്തിക കമ്മീഷൻ രൂപീകരിക്കാൻ ഇന്ത്യയും അയർലൻഡും ധാരണയായി. അയർലൻഡ് സന്ദർശിച്ച വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഐറിഷ് വിദേശകാര്യമന്ത്രി സൈമൺ ഹാരിസുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യങ്ങൾ ധാരണയായത്. ഉക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യ, അഫ്ഗാനിസ്ഥാൻ, ഇൻഡോ പസഫിക് എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിലും ആഗോളതലത്തിലും സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇരു രാജ്യങ്ങളും കാഴ്ചപ്പാടുകൾ കൈമാറി. ഇന്ത്യ EU സഹകരണത്തെക്കുറിച്ചും സംസാരിച്ചതായി ജയശങ്കർ പറഞ്ഞു. ഐറിഷ് സന്ദർശനത്തിന്റെ സമാപനത്തിൽ ഡബ്ലിനിലെ സെന്റ് സ്റ്റീഫൻസ് പാർക്കിലുള്ള രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമയിൽ ജയശങ്കർ ആദരാഞ്ജലി അർപ്പിച്ചു. ഔദ്യോഗിക സന്ദർശന വേളയിൽ അദ്ദേഹം വടക്കൻ അയർലൻഡിലെ മുതിർന്ന മന്ത്രിമാരെയും കണ്ടു. കൂടാതെ ബെൽഫാസ്റ്റിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റിയും സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഷാർജയിൽ പൊതു പാർക്കിംഗ് ഉപയോക്താക്കൾക്കായി ഏകീകൃത SMS പേയ്മെന്റ് ഫോർമാറ്റ് പ്രഖ്യാപിച്ചു. പൊതു പാർക്കിംഗ് അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും കാര്യക്ഷമമായ സേവനം നൽകുന്നതിനും ഇത് സഹായകമാകും. ഷാർജയിലുടനീളമുള്ള പൊതു പാർക്കിംഗ് അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ സുഗമവും കാര്യക്ഷമവുമായ സേവനം നൽകുന്നതിനുമുള്ള നിരന്തര ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് പൗരസമിതി അറിയിച്ചു. ഖോർഫക്കാനിൽ മുൻപ് ഉപയോഗിച്ചിരുന്ന KH എന്ന സിറ്റി കോഡ് നിർത്തലാക്കിയതായും ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചു. വാഹനോടമകൾക്ക് ഇപ്പോൾ നമ്പർ പ്ലേറ്റിന്റെ ഉറവിടം, പാർക്കിംഗ് നമ്പർ, മണിക്കൂറിലെ പാർക്കിംഗ് ദൈർഘ്യം എന്നിവ 5566 എന്ന നമ്പറിലേക്ക് SMS അയക്കാമെന്ന് മുനിസിപ്പാലിറ്റി പറഞ്ഞു. 2024 അവസാന പാദം മുതൽ ഷാർജ പാർക്കിംഗ് സംവിധാനത്തിൽ നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 7 ദിവസത്തെ പാർക്കിംഗ് സോണുകൾ, സ്മാർട്ട് പാർക്കിംഗ് സംവിധാനം, അൽദൈദിലെ പാർക്കിംഗ് ഫീസ്, കൽബ നഗരത്തിലെ പാർക്കിംഗ് ഫീസ് എന്നിവ ഇതിലുൾപ്പെടും. അൽഖാനിലും അൽ നാദിലും തുറന്ന 2 സ്മാർട്ട് പാർക്കിംഗ് ഏരിയകളിലായി ആകെ 392 പാർക്കിംഗ് സ്ഥലങ്ങൾ ലഭ്യമാണ്. പൊതു പാർക്കിംഗ് ഫീസ് അടയ്ക്കുന്നതിനും പിഴകൾ പരിശോധിക്കുന്നതിനും തീർപ്പാക്കുന്നതിനുമായി കഴിഞ്ഞ ആഴ്ച ഷാർജ ഒരു പുതിയ ആപ്പ് പുറത്തിറക്കിയിരുന്നു. മൗഖിഫ് എന്ന് വിളിക്കപ്പെടുന്ന ആപ്പിൽ എമിറേറ്റിന് ചുറ്റുമുള്ള സബ്സ്ക്രിപ്ഷൻ സോണുകളും സ്മാർട്ട് പാർക്കിംഗ് യാർഡുകളും എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനുള്ള ഇന്ററാക്റ്റീവ് മാപ്പുകൾ ഉൾപ്പെടുന്നു. പാർക്കിംഗ് സ്ഥലങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചും സബ്സ്ക്രിപ്ഷനുകൾ പുതുക്കുന്നതിനെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് ആപ്പ് അറിയിപ്പുകളും ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യ സന്ദർശിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വമ്പിച്ച വ്യാപാര കരാറുകളിലുള്ള പങ്കാളിത്തമാണ് സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷമുള്ള ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനങ്ങളിലൊന്നാകും റിയാദ് സന്ദർശനം. 1.5 മാസത്തിനുള്ളിൽ സൗദി സന്ദർശിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. സന്ദർശന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. US-ലെ സൗദിയുടെ നിക്ഷേപത്തിന്റെ മൂല്യം $1 ട്രില്യൺ ഇരട്ടിയാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ച ചെയ്യുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.